ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ രാവിലെ ഒരു 9 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മേലെ വന്നിട്ട് കുറച്ച് മാങ്ങ പൊട്ടിക്കുകയാണ്. ഇന്നൊരു വെറൈറ്റി അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മാങ്ങ പൊട്ടിച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 10 മാങ്ങയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 10 മാങ്ങ ഞാൻ നന്നായി നല്ല രീതിയിൽ കഴുകി ഇത് വേറൊരു തുണി കൊണ്ട് തുടച്ച് അതിൽ വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അച്ചാർ കുറേ കാലത്തോളം കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രം ആയാൽ പോലും അതിൽ വെള്ളമില്ലാത്ത രീതിയിൽ എടുക്കുകയാണ് കേട്ടോ. എന്നാലേ ഇതാവുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി ഈർപ്പം തട്ടി കഴിഞ്ഞാൽ അങ്ങനെയാണ് പറയാറ്. എന്നിട്ട് ഞാനത് വേറൊരു പാത്രത്തേക്ക് മാറ്റി, നമുക്ക് ഉപ്പും മുളകൊക്കെ ഒന്ന് തിരുമ്പി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിതേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കണത് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി ഞാനിവിടെ ഒരു സ്പൂണേ എടുക്കുന്നുള്ളൂ. കാരണം എല്ലാ മുളകും പൊടി ഇടേണ്ട ആവശ്യമില്ല, ഒരു സ്പൂണ് മാത്രമേ ചേർക്കേണ്ടുള്ളൂ. എന്നിട്ട് നന്നായി കൈവച്ച് നന്നായി തിരുമ്പി യോജിപ്പിക്കുക. നന്നായി തിരുമ്പി യോജിപ്പിച്ചതിന് ശേഷം വേറെ ഒരു പാത്രം വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. ഇത് മൂടി വെച്ചതിന് ശേഷം നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഉലുവയാണ് കേട്ടോ. ഞാൻ ഇവിടെ കടുക് ചേർത്ത് കൊടുക്കുന്നില്ല, ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കായത്തിൻ്റെ കഷ്ണം, പൊടിയുള്ളവർ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് കായത്തിൻ്റെ കഷ്ണമാണ്, അത് ഞാൻ അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ ചെറിയ തണ്ട്, 2 കറിവേപ്പില അതാട്ടെടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം, നന്നായി മൂപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അതിന് ശേഷം ഞാനിതിലേക്ക് നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഞാൻ 2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമുക്ക് മുളക് പൊടിയാണ് നമുക്ക് ആവശ്യം. എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. മുളക് കരിയാണ്ട് നോക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ മാങ്ങയിലേക്ക് ഒരു നാരങ്ങ തൊലി കളഞ്ഞിട്ട് നടു പൊളിച്ചിട്ട് കൊടുത്തു. ആ നാരങ്ങയും കൂടിയിട്ടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു പുളിക്ക് വേണ്ടിയിട്ടാണ്, നല്ലൊരു ഫ്ലേവറും കൂടിയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ചീനച്ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഞാൻ കുറച്ച് ഈത്തപ്പഴം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഈത്തപ്പഴം നമുക്ക് ഈ അച്ചാറിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10-12 ഈത്തപ്പഴം ഉണ്ടാവും കേട്ടോ. ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായി ചേർത്ത് കൊടുക്കാം. കൂടുതൽ എടുക്കുന്നവർക്ക് കൂടുതൽ എടുക്കാം കേട്ടോ. പക്ഷെ ഓവറാവണ്ട, അതൊരു മധുരം പോലെ ഇരിക്കും. എന്നിട്ട് നന്നായി ചേർത്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇനി ആവശ്യമുള്ളത് വിനാഗിരിയാണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ടേസ്റ്റിയും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ അച്ചാറാണ് കേട്ടോ.